നോട്ടീസ് നൽകിയിട്ടും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ. ഇന്നലെ സ്റ്റേഷനിൽ ഹാജരാകാൻ 3 പേർക്കും മ്യൂസിയം പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിളിപ്പിച്ചത്. സ്റ്റേഷനിലെത്തുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ദിയാകൃഷ്ണയുടെ ഓഡിറ്റ് റോഡ് ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചു. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇപ്പോൾ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടും ഈ ആരോപണം ഉന്നയിച്ച മുൻ ജീവനക്കാർ ഇപ്പോൾ അവരെ കാണാനില്ല, അവർ അബ്സ്കോണ്ടിങ് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അതാണ് ദിയയുടെ പിതാവ് നേരത്തെ പറഞ്ഞിരുന്നത്. സ്മൃതി, ദിയാകൃഷ്ണയുടെ ഓബൈ ഓസിയിലെ 3 ജീവനക്കാർ ഒളിവിലാണെന്ന സൂചനയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തിങ്കളാഴ്ച ഇതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം ചില വിവരങ്ങൾ അവരിൽ നിന്ന് ശേഖരിക്കാൻ 3 പെൺകുട്ടികളുടെ വീട്ടിലേക്കും പോലീസ് അന്വേഷിച്ചു ചെന്നിരുന്നു. മൊഴിയെടുക്കുന്നതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രം അന്വേഷിച്ചെന്നാണ്. അന്ന് അവർ വീട്ടിലില്ല, എറണാകുളത്ത് അഭിഭാഷകനെ കാണാൻ പോയി എന്ന മറുപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീട്ടുകാർ നൽകിയത്. അതേ തുടർന്ന് അന്ന് വൈകുന്നേരം ഇന്നലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണം എന്ന് നിർദ്ദേശിച്ച് ഇവർക്ക് നോട്ടീസ് നൽകി. പക്ഷേ ഇന്നലെ അവർ ഹാജരായില്ല എന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ മൊഴിയെടുക്കാനുള്ള ആളായതുകൊണ്ട് തന്നെ പോലീസ് നോട്ടീസ് നൽകുന്ന ദിവസം തന്നെ ഹാജരാകണമെന്നില്ല. പക്ഷേ പോലീസിനോട് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ചെങ്കിലും ഇന്ന ദിവസം എത്താൻ പറ്റില്ല, മറ്റൊരു ദിവസം എത്താമെന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇന്ന് രാവിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഫോണിൽ വിളിച്ചപ്പോൾ 3 പേരെയും ഫോണിൽ കിട്ടുന്നില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇതേ തുടർന്നാണ് ഈ 3 പേരും ഒളിവിലേക്ക് പോയിട്ടുണ്ട് എന്നൊരു സൂചന അന്വേഷണ സംഘം നൽകുന്നത്. സ്മൃതി, ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.